കേരള സ്റ്റൈൽ ഉള്ളിത്തീയലിന് ഇതുപോലെ കുറച്ചധികം ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 കപ്പ് തേങ്ങയും അല്പ കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ വറുത്ത് കൊടുത്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് 1 മിനിറ്റ് വീണ്ടും വറുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അല്പം തണുത്തതിന് ശേഷം ചെറു ചൂടുകൂടിക്കുന്ന ബ്ലെൻഡറിലാക്കി നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ചേർത്ത് വഴറ്റി കൊടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതിനുശേഷം ഒരു 4 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി പുളിവെള്ളം അരിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നല്ലൊരു മിക്സും കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാതെ തന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല കൊഴുപ്പോടുകൂടിയ സൂപ്പർ ടേസ്റ്റി ഉള്ളിത്തീയൽ റെഡിയായി കിട്ടും.